തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. കോടിയേരി പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. മാടപ്പിടിക ഗുംട്ടിയിലെ സൗത്ത് വയലാളം UP സ്കൂളിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം മാഹി MLA രമേശ് പറമ്പത്ത് നിർവഹിച്ചു. എന്തുകൊണ്ട് നമ്മുടെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു, എന്തുകൊണ്ട് വിഘടനവാദികളെയും അതേപോലെ തന്നെ തീവ്രവാദികളെയും നമ്മൾ എതിർക്കുന്നു എന്നത് പാഠ്യ വിഷയമാക്കേണ്ടതാണ്. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിൽ ലീഗിനെയും അതേപോലെ തന്നെ മറ്റു പല പാർട്ടികളെയും പഞ്ചാബിലെ നമ്മുടെ അകാലിദൾ പോലെയുള്ള മറ്റ് വിഘടനവാദികളെയും ചേർത്ത് വെച്ചുകൊണ്ട് കോൺഗ്രസിനെ താറച്ചു കാണിക്കുന്ന പ്രക്രിയ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഹിന്ദു നഗിതര സംസ്കാരത്തിലൂടെ കടന്നു വന്ന ഇന്ത്യയിലെ 1000-ലധികം ജാതികളും അത്ര തന്നെ ഭാഷകളുമുള്ള വൈവിധ്യമാർന്ന ജനസമൂഹത്തെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം. അതാണ് പ്രിയങ്കരിയായ ശ്രീമതി ഇന്ദിരാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് എഴുതി ചേർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം അതാണ് നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവണം. അതുകൊണ്ട് ഇസ്ലാം ആയാലും ക്രിസ്ത്യൻ ആയാലും ഏത് മതവിഭാഗക്കാരനായാലും ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനും അവർക്ക് മുന്നോട്ട് പോകുവാനും അവരുടെ മതാചാര പ്രകാരമുള്ള പ്രക്രിയകൾ നല്ല രീതിയിൽ നടത്തുവാനും അവർക്ക് സാധ്യമാകുന്ന പ്രവർത്തനം നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ കൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. ഈ രാജ്യത്ത് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവണം. വളരെ വളരെ ദുഷിച്ച മനസ്സുമായി വളരെ സങ്കുചിതമായ മനസ്സുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഫാസിസ്റ്റ് നയത്തിന് സപ്പോർട്ട് കൊടുക്കാൻ സാധ്യമാവുകയുള്ളൂ. അവർക്ക് ലോകവീക്ഷണമില്ല, ജനതയെ കുറിച്ച് ജീവിത നിലവാരത്തെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത് എന്നിവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഉള്ള ജനങ്ങളെ നമുക്ക് സംരക്ഷിക്കണം. ഏത് മതമായാലും ഏത് വിഭാഗമായാലും ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയമാനുസൃതമായ നടപടികൾ, നിയമാനുസൃതമായ നിയമങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവണം. പിന്നെ നമുക്ക് എന്ത് എതിർക്കണം എന്നതാണ് ചോദ്യം. നമുക്ക് എതിർക്കണം, തീവ്രവാദികളെ നമുക്ക് എതിർക്കണം. ഈ രാജ്യത്തിന്റെ യശസ് നശിപ്പിക്കുകയും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ എതിർക്കുന്ന ആളുകളെ, അത് ഏത് മതവിഭാഗമായാലും, അത് ഹിന്ദുക്കളായാലും, അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും തീവ്രവാദ DCC ജനറൽ സെക്രട്ടറി ER വിനോദ മുഖ്യപ്രഭാഷണം നടത്തി. CP പ്രസീൽ ബാബു അധ്യക്ഷത വഹിച്ചു. വി രാധാകൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് CT സജിത്ത്, KP കുശലകുമാരി ടീച്ചർ, വി ദിവാകരൻ മാസ്റ്റർ, PK രാജേന്ദ്രൻ, PM കനകരാജൻ, TM പവിത്രൻ, P ദിനേശൻ, K അജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KC ശ്രീജിത്ത് കുമാർ, K വിജയചന്ദ്രൻ എന്നിവർ ക്ലാസ് നിയന്ത്രിച്ചു.